അസ്സലാമലൈക്കും. എന്തൊക്കെയാ മക്കളെ വർത്താനങ്ങൾ? സുഖല്ലേ? അപ്പൊ ലേഹ്യം വിറകണീന്റെ വീഡിയോ കുറേ ഉണ്ട് എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് നടക്കാൻ ഒഴിവ് കിട്ടിയിട്ടില്ല കേട്ടോ. കർക്കിടക ലേഹത്തിന്റെ തിരക്കിലാണ് മക്കളെ. ലേഖം ബുക്കിംഗ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഓർഡർ തന്നവർക്കനുസരിച്ച് നമ്മൾ അങ്ങനെ വിട്ടു കൊടുക്കുന്നുണ്ട്. ബേജാറാവണ്ട. പിന്നെ അഡ്രസ്സ് തന്നവർക്കൊക്കെ ആട്ടിലേക്കാണെങ്കിലും നട്സ് ലേക്കാണെങ്കിലും വരും കേട്ടില്ലേ. പിന്നെ ഇപ്രാവശ്യത്തെ ലേഖം വിറകിയത് സമയം പോയത് അറിഞ്ഞതന്നല്ല. ഈ വാപ്പുവിന്റെ തൊള്ള പറച്ചിലും അളക്കലും നനങ്ങാണ്ടേ നേരാണ് വെളുത്ത് കിട്ടിയിരിക്കണം. ഒരു ദിവസം ഫുള്ളാണ് ഉറക്കൊഴിച്ചതുകൊണ്ടേ. പിന്നെ പിറ്റേന്നൊക്കെ അതിന്റെ ക്ഷീണത്തിൽ കൂടെയൊക്കെയാണ്. തടി കുറേ തടി കുറയാനല്ലേ മരുന്നുണ്ട്. തടി കൂടാനല്ലത്. മെല്ലട്ടോ വർക്കത്തുണ്ടാവട്ടെ. പിന്നെ അതൊക്കെ ബിസ്മിയൊക്കെ ചെല്ലി ഇത് മറ്റേ കേരള ഇങ്ങനെ ഹോം ചെയ്ത് ഹോം ചെയ്ത് ഇതോ ഇതൊക്കെ നന്നാവും. പിന്നെ ഞങ്ങൾക്കൊക്കെ വാപ്പുവിന്റെ വീഡിയോ എവിടെ, ബാക്കി വീഡിയോ വാപ്പുവിനെ നിർത്തിയോ വാപ്പുവിനെ ഒഴിവാക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വാപ്പുവിന്റെ വീഡിയോസ് ഒക്കെ ഫോണിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ഇടണം കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് പറ്റണമാരൊക്കെ ഞാൻ അങ്ങനെ ഇടും. വാപ്പുവിന്റെ വീഡിയോ ആണ് നിങ്ങൾക്കൊക്കെ കാണേണ്ടതെന്ന് വെച്ചാൽ അറിയാം. വാപ്പുവിനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ ലേഖം വിരകണ ദിവസമാണ് ഓനെ ഞാൻ വിളിച്ചത് കേട്ടോ. അന്നാണ്. അല്ലാത്തതൊക്കെ ഞാനിങ്ങനെ ഒറ്റയും തട്ടിയൊക്കെ ഞാൻ തന്നെ പണിയെടുക്കലാണ്. വിരകണ അന്നാണ് നമുക്ക് പണിക്കാരെ വേണ്ടത്. അതിനാണ് ഞാൻ ഓനെ കൂട്ടിയിരിക്കുന്നത് കേട്ടോ. അല്ലാത്ത ദിവസം സ്ഥിരം പണിക്ക് കൊടുക്കാൻ പഠിച്ചോ തൗഫീക്ക് നൽകട്ടെ. ഇച്ചും ഓനൊക്കെ ഒരു കാര്യമാവും. ഓനും തന്നെ പിന്നെ ഇച്ചും തന്നെ ഓനെ ഉൾപ്പെടുത്താൻ നമുക്ക് ഉൾപ്പെടുത്തിയപ്പോൾ അല്ല ദിവസം നമുക്ക് പൈസ ശമ്പളം കൊടുക്കാൻ തന്നെ ആയി കിട്ടട്ടെ. അതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ നടക്കും. ഇപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ അൽഹംദുലില്ലാ എല്ലാവരോടും നന്ദിയും പറയാണ്ട്. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, താത്ത നിങ്ങളെ എന്താ വാപ്പു ഇജ്ജ് എന്നൊക്കെ വിളിച്ചത് എന്ന് കമന്റിൽ ഇട്ടോ. അപ്പൊ വാപ്പുവിന് അതിന്റെ മനസ്സിലൊന്നുമില്ല. ഓന്റെ പെങ്ങളെ മാതിരി തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഓന് ഓപ്പൺ ആയിട്ട് തുറന്ന് ഞാൻ പെങ്ങന്മാരോട് എങ്ങനെ വർത്താനം പറയണത് അതേമാതിരി തന്നെയാണ് കേട്ടോ. ഓൻ പറയണ ഒരു പരിചയക്കുറവോ അതൊന്നും ഓനില്ലാതെയാണോ ഓനോട് തുറന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആരും നെഗറ്റീവായിട്ടൊന്നും ചിന്തിച്ചണ്ട. ഞാൻ എൻ്റെ മാപ്പിളയും കുട്ടികളും പിന്നെ ലേഖം വരകാൻ വന്നോലും വേറെ ആൾക്കാരുണ്ട്. എല്ലാവരും കൂടിങ്ങാണ്ട് കൂട്ടം വർത്താനം പറയുമ്പോൾ അങ്ങനെയല്ല വർത്താനങ്ങളും കളിയും ചെറിയും വർത്താനാണ് കേട്ടോ. ലേഖം വരകണ അന്നത്തെ വീഡിയോയിൽ രാത്രി ഉള്ളത്. അപ്പം അതിലാരും നെഗറ്റീവായിട്ടൊന്നും ചിന്തിച്ചണ്ട. എന്താ ഇന്നോട് ഒറ്റക്കല്ലോ പറയണ, ഞാനും ഓനും വേറെ എല്ലാവരൊക്കെ കൂട്ടം കൂടി നിന്ന് ചിരിച്ചുങ്ങാണ്ടില്ല പറച്ചിലും വർത്താനങ്ങളും ഒക്കെയാണ് കേട്ടോ. പിന്നെ വാപ്പുവിന്റെ കൂട്ടം പറഞ്ഞ മാതിരി തന്നെ വർത്താനം പറച്ചിലിന് ഒരു കുറവ് ഞമ്മക്കും ഇല്ല കേട്ടോ. ഞാനും തന്നെ ഇന്റെ സമയം ഏറെ പോണത് ഇന്നോട് ഇവര് പറയും, ഇജ്ജ് വിളിച്ചാ കിട്ടാത്ത ഏതെങ്കിലും നമ്പർ വെച്ചളാ, എന്നാൽ ഈ ആൾക്കാർ വിളിച്ചുമ്പോൾ അതിന് വർത്താനം പറഞ്ഞു കണ്ടല്ലോ സമയം പോകൂലല്ലോ അറിയുന്നുണ്ട്. പക്ഷെ നമ്മൾ വിളിച്ചാൽ കിട്ടണ നമ്പർ തന്നെ വെച്ചിക്കണത്. വിളിച്ചാൽ എന്താ പറയുക, ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കും. അപ്പോൾ കജുനെല്ലാവരും വാട്സപ്പിൽ പറയുന്നുണ്ട് കേട്ടോ, വിളിച്ചരുത്. ഞാൻ എല്ലാ വാട്സപ്പിലെ വോയിസിനും ഞാൻ റിപ്ലൈ തരണ്ട്. അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും റിപ്ലൈ ഉണ്ടാകും. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെയാണ് നമ്മൾ വെച്ചിക്കണത്. കിട്ടിയിട്ടില്ലെങ്കിൽ വിളിക്കുകയും ചെയ്തോളൂ കേട്ടോ. അയച്ച സാധനങ്ങൾ പൈസ അയച്ചിട്ട് കിട്ടിയിട്ടില്ല താത്ത, അതും തന്നെ വാട്സപ്പിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മളെ ലേഹ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളുടെ റിസൾട്ടും വോയിസൊക്കെ ഞാൻ വീഡിയോൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട്. നെല്ലിക്കയും പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കിങ്ങാണ്ട് മുളപ്പിച്ചുങ്ങാണ്ടുമാണ് കേട്ടോ നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കിയിരിക്കണേ. മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ ചേരുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മളെ കുട്ടികൾക്ക് വിറ്റാമിൻ്റെ കുറവിനും കാലുവേദനക്കും അതേപോലെ മുടി കൊഴിച്ചിലിനും രക്തക്കുറവിനും ക്ഷീണത്തിനും പിന്നെ തടിയില്ലാത്ത കുട്ടികൾക്കൊക്കെ തടി വെക്കാൻ നട്സിൻ്റെ ലേഹ്യം ഉത്തമമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കുട്ടിക്കൊരു കിലോ വാങ്ങിക്കൊടുത്തു, ഒരു അരക്കിലോ വാങ്ങിക്കൊടുത്തു വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല. അത്രയും ഗുണമേന്മയുള്ള സാധനങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒന്നും കെമിക്കലായിട്ട് ഒന്നും ചേർക്കണില്ല. നല്ലെണ്ണയാണ്. അത് നല്ല എള്ള ആട്ടിയെടുത്ത നല്ല നാടൻ നല്ലെണ്ണയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, ഞാൻ പറ്റണ മാതിരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.
അതാ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ ഓർഡർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ബോട്ടിലിന് വേണ്ടിയിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, ലേഹ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല ലേഹ്യമാണല്ലേ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ലേഹ്യം ഒന്നുകൂടി വേണമായിരുന്നു. കഴിച്ചതോടെ കുറച്ച് മാറ്റം കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1.5 ബോട്ടിൽ കഴിച്ചേട്ടോ, 1.5 കിലോഗ്രാം. നല്ല മാറ്റം റിസൾട്ടൊക്കെ കിട്ടി. എന്താ പറയുക, അൽഹംദുലില്ലാഹ്. ആദ്യം ഭക്ഷണത്തോടൊക്കെ താല്പര്യക്കുറവുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്തം കുറഞ്ഞ ആളാണ്. രക്തം കൂടിയിട്ടുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് ലേശം വെയിറ്റും കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, റാഹത്തായിട്ടുണ്ട്. മൊത്തം ക്ഷീണമൊക്കെ ഉള്ളതൊക്കെ കുറേ ഭാഗം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങളിലും നമ്മളിലും നല്ല ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഒന്നുകൂടി വേണമെന്ന് പറയുവാണ് കേട്ടോ, അയച്ചു തരിക. ഇൻഷാ അല്ലാഹ് എല്ലാവരും വാങ്ങി വിജയിപ്പിച്ച് തരട്ടെ. എല്ലാവർക്കും നല്ല മാറ്റം കിട്ടും. എന്തായാലും ഉറപ്പ്, 100% ഉറപ്പ് റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് പറയാം. പിന്നെ നമ്മൾ ഇപ്പോൾ കൂടുതൽ കഴിച്ചതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. നമ്മൾ ഡോക്ടറൊന്നും കണ്ടില്ല. ഇത് കഴിച്ചതോടെ കുറച്ച് നല്ല ഒരു ഊർജ്ജം കിട്ടി. ശരീരത്തിന് മൊത്തം ഒരു എനർജി കിട്ടിയതുപോലെ തോന്നി. അതേ, നല്ല ചെയ്യുന്നുള്ള ആളായിരുന്നു. കാരണം ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കില്ല, കൃത്യസമയത്ത് കഴിക്കില്ല, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഇത് കഴിച്ചതോടെ നേരത്തെയും കാലത്തെയും എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കും, ഉള്ള ഭക്ഷണമൊക്കെ കഴിക്കും, കുറച്ച് വായിക്ക് രുചി കൂടിയിട്ടുണ്ട്. നല്ലൊരു ലേഹ്യമാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കി. അതാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പുതിയ തന്നെ ഒന്നുകൂടി അയച്ചു തരണം കേട്ടോ. ഇതുവരെ ആയിട്ട് മോശമായിട്ടില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് ദിവസം കഴിച്ച് പുറത്തുതന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച്, ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ കഴിക്കുന്ന കുറേ മുമ്പേ പുറത്തെടുത്ത് വെക്കണമല്ലോ. തണുപ്പോട് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തൊണ്ടയ്ക്ക് വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ നോക്കി ആക്കിയിട്ടാണ് കഴിക്കാറ്. അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല. ഇനിയും അങ്ങോട്ട് പഠിച്ചോൻ ആയുസ് തരുന്നിടത്തോളം ക്ഷീണമൊന്നും ഇല്ലാതിരിക്കട്ടെ. ഈ മരുന്നിൻ്റെ ഫലം തന്നെ ഉണ്ടാവട്ടെ. പിന്നെ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഒന്നുകൂടി വാങ്ങി കഴിക്കട്ടെ എന്ന് കരുതി. അതാണ് എന്തായാലും വിജയം കിട്ടട്ടെ. രണ്ട് അപ്പൊ എങ്ങനെയുണ്ട്? കഴിഞ്ഞോ? ഞാൻ കൊടുക്കൂലേ?